നമസ്കാരം. നമ്മുടെ യുഡീസുമായി ബന്ധപ്പെട്ട് കുറച്ച് ഡൗട്ടുകൾ പല സ്കൂളുകളിൽ നിന്ന് വിളിക്കുന്നുണ്ട്. എന്തൊക്കെ ഇങ്ങനെ ചെയ്യേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഒരു ഷോർട്ട് വീഡിയോ ആണ് ഉദ്ദേശിക്കുന്നത്. ഒരുപാട് കാര്യങ്ങളില്ല, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യേണ്ടതെന്നുള്ളത് ഒരു ബ്രീഫായിട്ട് പറയുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് നോക്കിയിട്ട് അത്യാവശ്യം ഡേറ്റ അതിനകത്ത് എൻ്റർ ചെയ്ത് പോവുക. അതായിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ പ്രധാനമായിട്ട് 4 കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. ഒന്നെന്ന് പറഞ്ഞാൽ സ്കൂൾ ലോഗിനിൽ സ്കൂൾ ഡയറക്ടർ ചെയ്യണം, പ്രൊഫൈല്, ടീച്ചേഴ്സ് മൊഡ്യൂൾ, സ്റ്റുഡൻറ്റ് മൊഡ്യൂൾ. ഈ 4 കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. അതിൽ ആദ്യമായിട്ട് ചെയ്യേണ്ടത് സ്കൂൾ ഡയറക്ടർ ചെയ്യണം. അതെന്ന് വെച്ചാൽ നമ്മൾ HMൻ്റെ പേര് അല്ലെങ്കിൽ പ്രിൻസിപ്പളിൻ്റെ പേര്, ഫോൺ നമ്പർ, അതുപോലെ സ്കൂളിൻ്റെ മെയിൽ ID, ഫോൺ നമ്പർ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ സ്കൂൾ ഡയറക്ടറിയിൽ ചെയ്യേണ്ടത്. അത് നമ്മൾ ഈ സെയിം യൂസർ ഐ ഡി പാസ്വേഡ് ഉപയോഗിച്ചിട്ട് ഇതിലേക്ക് ജോയിൻ ചെയ്തിട്ട് അതിനകത്ത് എൻ്റർ ചെയ്യാവുന്നതാണ്. രണ്ടാമത്തെ കാര്യം സ്കൂൾ പ്രൊഫൈലാണ്. സ്കൂൾ പ്രൊഫൈൽ എന്ന് പറഞ്ഞാൽ സ്കൂളിൻ്റെ ക്ലാസ് വിവരങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ അതിനകത്ത് ചെയ്യുന്നതാണ്. കഴിഞ്ഞ വർഷം ചെയ്ത പോലെ തന്നെ സ്കൂൾ പ്രൊഫൈൽ ഡീറ്റെയിൽസ് അതിനകത്ത് എൻ്റർ ചെയ്യണം. പിന്നെ ടീച്ചേഴ്സ് മൊഡ്യൂളാണ്. ടീച്ചേഴ്സ് മൊഡ്യൂൾ നമുക്ക് പ്രധാനമായിട്ട് 2 കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. ഒന്നെന്ന് പറഞ്ഞാൽ ഒന്ന് ഈ നോൺ ടീച്ചർ സ്റ്റാഫിൻ്റെ ഡീറ്റെയിൽസ് അതിനകത്ത് ആഡ് ചെയ്യണം. അതുപോലെ തന്നെ നോൺ ടീച്ചർ സ്റ്റാഫിൻ്റെ ഡീറ്റെയിൽ, അതുപോലെ ടീച്ചർ സ്റ്റാഫിൻ്റെ ഡീറ്റെയിൽസ് ആഡ് ചെയ്യണം. ടീച്ചർ സ്റ്റാഫിൻ്റെ ഡീറ്റെയിൽ ആഡ് ചെയ്യണമെങ്കിൽ നമ്മൾ പ്രൊമോട്ട് ചെയ്ത് വെച്ചാൽ നമ്മൾ മറ്റ് സ്കൂളിൽ നിന്ന് ട്രാൻസ്ഫറായി വന്ന ടീച്ചറാണെങ്കിൽ നമുക്ക് ഇമ്പോർട്ട് ചെയ്തെടുക്കണം. മറ്റേ നമ്മൾ ഇവിടുന്ന് പോയിട്ടുള്ള ടീച്ചറാണ് ലെഫ്റ്റ് ചെയ്യിപ്പിക്കണം. ബാക്കിയുള്ള ഡീറ്റെയിൽസ് അധ്യാപകരുടെ പ്രൊഫൈൽസിൽ കയറിയിട്ട് നമ്മൾ കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ ഡീറ്റെയിൽസ് എല്ലാം എൻ്റർ ചെയ്ത് പോവുക. നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോ നമ്മൾ ചെയ്തിരുന്നു, അതിനെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. ആ ഡീറ്റെയിൽസാണ് നമ്മളിവിടെ കൊടുക്കേണ്ടത്. അതിൽ വളരെ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇമ്പോർട്ട് ചെയ്യുന്ന കേസുകളാണ്. അത് നമ്മൾ മറ്റ് സ്കൂളുകളിൽ നിന്ന് വന്നിട്ടുള്ള, അതായത് നമ്മൾ അവിടെ നിന്ന് പ്രൊമോട്ട് ചെയ്ത് വിടുന്ന അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്ത് വിടുന്ന ടീച്ചർമാരെ നമ്മൾ ഇമ്പോർട്ട് മോഡിൽ ഇവിടെ ഓപ്ഷൻ ഉണ്ടാവും. ആ ഇമ്പോർട്ട് മോഡിൽ കയറിയിട്ട് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഇമ്പോർട്ട് ചെയ്യണം. നമ്മുടെ ഓപ്ഷൻ ടോപ്പിൽ കിടപ്പുണ്ട്, ഇമ്പോർട്ട് മോഡുകൾ ഇമ്പോർട്ട് ചെയ്യാൻ പറ്റും. പിന്നെ പുതിയ എക്സ്ട്രായിട്ട് ആഡ് ചെയ്ത് വന്ന അധ്യാപകരുടെ ടീച്ചിങ് സ്റ്റാഫ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് പുതിയ അധ്യാപകർ ആഡ് ചെയ്യുക. അതുപോലെ ഇമ്പോർട്ട് ചെയ്യുക, ആഡ് ചെയ്യുക. പിന്നെ രണ്ടാമത്തെ കേസിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ നോൺ സ്റ്റാഫിൻ്റെ ഡീറ്റെയിൽസ് കഴിഞ്ഞ വർഷം നമ്മൾ ചെയ്തിട്ടില്ലായിരുന്നു. നമ്മളിപ്പോൾ നമ്മൾ പുതിയതായിട്ട് ഓപ്ഷൻ വന്നിട്ടുണ്ട്. ആ ഡീറ്റെയിൽസ് നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് നോൺ സ്റ്റാഫ് ഡീറ്റെയിൽസ് ഇവിടെ ആഡ് ചെയ്യണം. അത് കൃത്യമായിട്ട് ചെയ്യണം. ഈ 2 കാര്യങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ട് ടീച്ചിങ് മൊഡ്യൂളിൽ ചെയ്യേണ്ടത്. പിന്നെ എന്ന് പറഞ്ഞാൽ സ്റ്റുഡൻറ്റ് മൊഡ്യൂളാണ്. സ്റ്റുഡൻറ്റ് മൊഡ്യൂളിൽ നമ്മൾ ഇപ്പം ഒരുപാട് വർക്ക് നമ്മൾ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. എന്നാലും നമുക്ക് ഡൗട്ട് ഒരുപാട് പേർക്കുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ്, എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്ന് നമ്മളൊന്ന് ബ്രീഫായിട്ട് പറയുകയാണ്. സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ നമ്മൾ യൂസർ ഐ ഡിയും പാസ്വേഡും വെച്ചിട്ട് നമ്മൾ ഇതിലേക്ക് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്തിട്ട് നമ്മൾ പ്രധാനമായിട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ പ്രോഗ്രഷൻ ആക്ടിവിറ്റീസാണ് നമ്മൾ ആദ്യമായിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ പ്രോഗ്രഷൻ ലെഫ്റ്റ് സൈഡിൽ കിടപ്പുണ്ടാവും. പ്രോഗ്രഷൻ ആക്ടിവിറ്റീസ്, അതിൽ നമ്മൾ പ്രോഗ്രഷൻ ആക്ടിവിറ്റീസ് നമ്മൾ പ്രൊമോട്ട് ചെയ്യുക. ഒരു കുട്ടീനെ ഹയർ ക്ലാസ്സിലേക്ക് പ്രൊമോട്ട് ചെയ്യുക. അങ്ങനെ ഓരോ LKG മുതൽ +2 വരെയുള്ള കുട്ടികളെ നമ്മൾ പ്രൊമോട്ട് ചെയ്ത് പോവുക. അതിട്ട് ഓരോ ക്ലാസ്സും ഫൈനലൈസ് ചെയ്യുക. അതിനൊപ്പം തന്നെ എല്ലാ ക്ലാസ്സിനും പ്രൊമോട്ട് ചെയ്ത ശേഷം നമ്മൾ സ്കൂൾ ഫൈനലൈസ് ചെയ്ത ശേഷമാണ് നമ്മൾ ഇമ്പോർട്ട് മോഡിൽ ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ഇമ്പോർട്ട് മോഡ് ഇവിടെ ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്ന ഇമ്പോർട്ട് മോഡിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ മറ്റ് സ്കൂളുകളിൽ നിന്നും TC ആയി വന്നിട്ടുള്ള കുട്ടികളെ നമ്മൾ ഇമ്പോർട്ട് മോഡിൽ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യണം, ആ കുട്ടികളെ ഇമ്പോർട്ട് ചെയ്യാം. അതിനകത്ത് ഇപ്പോൾ ഓപ്ഷൻ കഴിഞ്ഞ വർഷങ്ങൾ നമുക്ക് ഔട്ട്സൈഡ് കേരളയിൽ നിന്നുള്ള കുട്ടികളെ ഇമ്പോർട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ആ ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഔട്ട്സൈഡിൽ നിന്നുള്ള കുട്ടികളെ നമുക്ക് ഇമ്പോർട്ട് ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെ നമ്മൾ ഈ കേരള സ്റ്റേറ്റിൻ്റെ മോഡിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ആ ഡീറ്റെയിൽസ് സ്കൂളുകളിൽ നിന്ന് TC ആയി വന്നിട്ടുള്ള കുട്ടികളെ നമ്മൾ ആ സ്കൂളിൻ്റെ കുട്ടിയുടെ പെൻ നമ്പർ കളക്ട് ചെയ്യാൻ വെച്ചാൽ നമ്മൾ പിന്നെ ആധാർ നമ്പറോ അല്ലെങ്കിൽ ഡേറ്റ് ഓഫ് ബർത്തോ ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഓപ്ഷൻ ഉണ്ട്. ആ കുട്ടികളെ ഉപയോഗിച്ചിട്ട് നമ്മളത് ഇമ്പോർട്ട് ചെയ്തെടുക്കണം. എന്തെങ്കിലും അതുമായി ബന്ധപ്പെട്ട് ഇമ്പോർട്ട് ചെയ്യാൻ കഴിയാത്ത കുട്ടികളാണ് ട്രാക്ക് ചെയ്ത് BRC തരുന്നതായിരിക്കും. അത് നിങ്ങൾ ഡീറ്റെയിൽസ് തരികയാണെങ്കിൽ ഞാൻ ഇവിടുന്ന് BRC നമുക്കത് ട്രാക്ക് ചെയ്ത് ഡീറ്റെയിൽസ് തരുന്നതാകും. അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഇമ്പോർട്ട് ചെയ്തെടുക്കാവുന്ന കാര്യമുള്ളൂ. അതാണ് ഈ കാര്യങ്ങൾ. ആദ്യം ചെയ്യേണ്ടത് ഒന്നൊന്ന് പ്രോഗ്രഷൻ ആക്ടിവിറ്റീസ് കംപ്ലീറ്റ് ചെയ്യുക. അത് ഓരോ ക്ലാസ് വൈസും ചെയ്യുക. അതുപോലെ സ്കൂൾ ഫൈനലൈസ് ചെയ്ത ശേഷം ഇമ്പോർട്ട് ചെയ്യുക. പിന്നീട് നമ്മൾ ചെയ്യുന്നതാണ് സ്കൂൾ ഡാഷ്ബോർഡ്. സ്കൂൾ ഡാഷ്ബോർഡിൽ നമ്മൾ എന്ത് ചെയ്യണം, കഴിഞ്ഞ വർഷം ചെയ്ത പോലെ തന്നെ വ്യൂവർ മാനേജ് ഓപ്ഷൻ ഉണ്ട്. അവിടെ നമ്മൾ എന്ത് ചെയ്യണം, GP, EP, SF എന്നൊക്കെ പറഞ്ഞ ഓപ്ഷൻസ് ഉണ്ട്. ഓപ്ഷൻ്റെ ടോപ്പിക് കിടപ്പുണ്ടാവും. GP നോക്കുക, അതിനകത്ത് GP, EP, FP എന്ന് പറഞ്ഞ 3 ഓപ്ഷൻസ് ഉണ്ടാവും. ആ ഓപ്ഷൻസ് കയറിയിട്ട് ക്ലിക്ക് ചെയ്ത് ഈ ലാസ്റ്റ് ഈ പ്രിവ്യൂ, ആ പ്രിവ്യൂവിൽ അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഫൈനലൈസ് ഒക്കെ കൊടുക്കുമ്പോഴാണ് അത് കംപ്ലീറ്റ് ആകുന്നത്. അത് കംപ്ലീറ്റ് ആയെന്ന് മനസ്സിലാക്കുന്ന ഇവിടെ ഈ ഇവിടെ കിടക്കുന്ന റെഡ് കളറുകളെല്ലാം ഗ്രീൻ കളറാവും. ഗ്രീൻ കളറാകുമ്പോൾ ഇത് കംപ്ലീറ്റ് ആയെന്നാണ് അർത്ഥം. ഇവിടെ ഈ സ്റ്റാറ്റസ്, എൻട്രി സ്റ്റാറ്റസ് ഒക്കെ കംപ്ലീറ്റ് എന്ന് പറയും. അങ്ങനെ ഓരോ കുട്ടികളെയും നമ്മൾ എന്ത് ചെയ്യണം, ഇത് ചെയ്യണം.
അപ്പം ഈ GP ഇപ്പോൾ ആക്റ്റീവ് ആയിട്ടുണ്ട്, EPFPയും ആക്റ്റീവ് ആവുന്ന ഉറക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, ലോഗിൻ ചെയ്ത് ഇതുപോലെ എല്ലാ കുട്ടികളെയും എൻട്രി കംപ്ലീറ്റ് ചെയ്യുക. എന്നാൽ മാത്രം നമ്മൾ കുട്ടി എൻ്റർ ആയിട്ടുള്ളൂ എന്ന് വെച്ചാൽ നമ്മൾ പൂർത്തിയായി 2024-25 ആ കുട്ടി എൻ്റർ ആയി എന്ന് പറയാൻ പറ്റുള്ളൂ. ഇവിടെ എൻട്രി സ്റ്റാറ്റസിനോട് കംപ്ലീറ്റ് ചെയ്തിരിക്കണം, അത് ഗ്രീൻ കളർ ആയിരിക്കും. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു, 2 വർക്കുകൾ ചെയ്തു. ഒന്ന് പ്രോഗ്രഷൻ ആക്ടിവിറ്റീസ് കംപ്ലീറ്റ് ചെയ്തു, അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം, സ്കൂൾ ക്ലാസ് ഫൈനലൈസ് ചെയ്യുക. അതുപോലെ തന്നെ സ്കൂൾ ഫൈനലൈസ് ചെയ്ത ശേഷം നമ്മൾ എന്ത് ചെയ്യണം, സ്കൂൾ ഡാഷ്ബോർഡ് വന്നിട്ട് ഈ കുട്ടികളെല്ലാം GP, EP, FP എന്നുള്ള ഡീറ്റെയിൽസും ആഡ് ചെയ്യണം. ഈ പ്രോഗ്രഷൻ ആക്ടിവിറ്റീസ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ കാര്യം ശ്രദ്ധിക്കണം, നമ്മുടെ ഒരു ഓപ്ഷൻ ഉണ്ട് ഫൈനലൈസ് പ്രോഗ്രഷൻ. അതാ വെച്ചാൽ സ്കൂൾ ഫൈനലൈസ് ആണ്. അപ്പോൾ നമ്മൾ എല്ലാ വർക്കും കംപ്ലീറ്റ് ശേഷം സ്കൂൾ ഫൈനലൈസ് ചെയ്യണം. അങ്ങനെ ഇവിടെ ഓപ്ഷൻസ് ഉണ്ട്, ആ ഓപ്ഷൻ നോക്കിയിട്ട് നമുക്ക് ഫൈനലൈസ് ചെയ്യാം. അതിന് ശേഷമുള്ളൂ നമ്മൾ സ്കൂൾ ഡാഷ്ബോർഡിൽ പോയിട്ട് നമ്മൾ ഓരോ കുട്ടികളെയും ഈ പറഞ്ഞ ഡീറ്റെയിൽസ് ചെയ്യേണ്ടത്. പിന്നെ നമ്മൾക്ക് ഇവിടെ ഏതൊക്കെ മൊഡ്യൂൾ ആക്ടിവിറ്റി ആയിട്ടും നമുക്കറിയാൻ ഒരു ഓപ്ഷൻ ഇവിടെ നൽകിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ സ്കൂൾ പ്രിവിലേജ് ഓപ്ഷൻ ഉണ്ട്. ആ സ്കൂൾ പ്രിവിലേജ് നോക്കുമ്പോൾ നമുക്കറിയാം ഏതൊക്കെ ലെവൽ, ഏതൊക്കെ എൻട്രി ലെവൽ, പക്ഷേ സ്കൂൾ ലെവൽ ഏതൊക്കെ എൻട്രി ലെവൽ ഇവിടെ ആക്ടിവിറ്റി ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റും. ഇവിടെ നോക്കുമ്പോൾ ഗ്രീൻ കളറിൽ അവൈലബിൾ എന്നുണ്ടോ, നോട്ട് അവൈലബിൾ ആണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ എന്തെങ്കിലും എററുകൾ വരികയാണെങ്കിൽ, എന്തെങ്കിലും മാറ്റം ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇവിടെ BRC ലെവൽ നോക്കുക. BRC ലോക്കൽ ഡിസ്ട്രിക്ട് ലെവൽ, ആ ലെവൽ നോക്കുമ്പോൾ അറിയാൻ പറ്റും. അവിടെ ആക്ടിവിറ്റി ആണെങ്കിൽ നമുക്കത് BRC ലെവൽ തന്നെ ആക്ടിവിറ്റി തരുന്നതായിരിക്കും. അപ്പം ഓരോ ഡീറ്റെയിൽസും നമ്മൾ ഇതുപോലെ ആക്ടിവിറ്റി ആയിട്ടുണ്ടോ എന്ന് നോക്കുക. എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ വിളിക്കുക, BRCയിലേക്ക് വിളിച്ചിട്ട് ആ ഡീറ്റെയിൽസ് നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് തരുന്നതായിരിക്കും. ഇവിടെ നോക്കുകയാണെങ്കിൽ സ്കൂൾ പ്രൊഫൈൽ ക്ലിക്ക് ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ എന്തൊക്കെ ഓപ്ഷൻസ് ഒക്കെ ഓപ്പൺ ആയിട്ടുണ്ടോ നമുക്ക് അറിയാൻ പറ്റും. അങ്ങനെ നമ്മൾ സ്റ്റുഡൻറ്റ് പ്രൊഫൈൽ ഇതുപോലെ കംപ്ലീറ്റ് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ നമ്മൾ നേരെ അടുത്തത് പോകുന്നത് മറ്റു ഓപ്ഷൻസ് ഇതിനകത്തുണ്ട്, അത് നോക്കുക. അതിനകത്ത് ഇമ്പോർട്ടൻറ്റ് മൊഡ്യൂൾ ഉണ്ട്, അതുപോലെ വലിയ ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ്. നമ്മുടെ കുട്ടീനെ നമുക്ക് ട്രാൻസ്ഫർ ചെയ്ത് പോകണമെങ്കിൽ ആ കുട്ടിയുടെ പെൻ നമ്പർ നമുക്ക് ഈ സ്കൂൾ ഡാഷ്ബോർഡിൽ നിന്ന്, അല്ലെങ്കിൽ നമ്മൾ ഈ സ്കൂൾ ഡാഷ്ബോർഡ് ക്ലിക്ക് ചെയ്തിട്ട് ആ കുട്ടിയുടെ നേരെ ഒരു പെൻ നമ്പർ ഉണ്ടാവും. ആ പെൻ നമ്പർ ക്ലിക്ക് ചെയ്തിട്ട് ആ ഒരു കുട്ടിയുടെ നേരെ ഒരു പെൻ നമ്പർ ഉണ്ടാവും. ആ പെൻ നമ്പർ, ഇതാണ് പെൻ നമ്പർ. ആ പെൻ നമ്പർ നമ്മൾ കോപ്പി ചെയ്യുക. കോപ്പി ചെയ്തിട്ട് നമ്മൾ ആ കുട്ടീനെ സെപ്പറേറ്റ് നമുക്ക് എന്ത് ചെയ്യണം, ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ പെൻ നമ്പർ ഇവിടെ കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ഗോ കൊടുക്കുമ്പോൾ അവിടെ ഓപ്ഷൻ വരും. ആ ഓപ്ഷൻ വരും നമുക്ക് ആ കുട്ടി നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാനും പറ്റും. അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും. ആ കുട്ടീനെ TC ഇഷ്യൂ ചെയ്യാൻ പറ്റും. നമുക്ക് ഇവിടുന്ന് ഈ പ്രോഗ്രഷൻ ആക്ടിവിറ്റീസ് വഴി ചെയ്യാൻ പറ്റും. നമ്മൾ അങ്ങനെ കേസ് മറന്നു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഇൻ കേസ് നമ്മൾ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അക്കൗണ്ട് നമുക്ക് എന്ത് ലെഫ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന കേസ് വരികയാണെങ്കിൽ നമുക്ക് ഈ ഓപ്ഷൻ ഉപയോഗിച്ച് നമുക്ക് ഇത് ചെയ്യാം. ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് മോഡൽ ഉപയോഗിച്ച് നമുക്ക് പെൻ നമ്പറിലൂടെ പേസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാവുന്നതാണ്. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് പറയുന്നത്. പിന്നെ ഈ പറയുന്ന ഓപ്ഷൻസിലെല്ലാം നോക്കുക, റിപ്പോർട്ട് എടുത്ത് നോക്കുക. എല്ലാ ഓപ്ഷൻസും നമ്മൾ കൃത്യമായിട്ട് നോക്കിയിട്ട് വേണം ചെയ്യാൻ. പിന്നെ നമുക്ക് അതുപോലെ തന്നെ നമുക്ക് സെക്ഷൻ ഷിഫ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഓരോ ക്ലാസ്സിൽ നമുക്ക് ഏതൊക്കെ സെക്ഷനിൽ ചേഞ്ച് ചെയ്യണമെങ്കിൽ, സെക്ഷൻ മീൻസ് ഡിവിഷൻസ് നമുക്ക് ഓരോ ക്ലാസ്സിൽ എത്ര ഡിവിഷൻ ഉണ്ട്, ആ ഡിവിഷൻസ് നമുക്ക് ഇവിടെ സെക്ഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് മാറ്റാൻ പറ്റും. ഓരോ സെക്ഷൻ വെച്ചിട്ട് നമുക്ക് ക്ലാസ്സിലെ ഒരു ചിലപ്പോൾ കഴിഞ്ഞ വർഷം എയിലായിരിക്കും, അപ്പോൾ നമ്മൾ ബിയിലേക്ക് വരുന്നത് BBയിലേക്ക് നമുക്ക് ഡിവിഷനിലേക്ക് മാറ്റാൻ പറ്റും. അങ്ങനെ ഓപ്ഷൻ മാറ്റാൻ പറ്റും. മറ്റു ഓപ്ഷൻസുകളൊക്കെ വരുന്ന മുറക്ക് നമുക്ക് ചെയ്യാം. അതുപോലെ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ സാധാരണ വരുന്നത് LKG UKG, അതായത് പുതിയതായിട്ട് കുട്ടികൾ ഫ്രഷായിട്ട് വരുന്ന ഓപ്ഷൻസ് എന്ന് പറഞ്ഞാൽ പുതിയ കുട്ടികൾ വെച്ചാൽ LKG UKG ക്ലാസ് വന്നു. ഈ ക്ലാസ്സുകളിൽ കുട്ടികളെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. മറ്റു ക്ലാസ്സിലേക്ക് വരുന്ന കുട്ടികൾ നമുക്ക് മിസ്സായിട്ടുണ്ടെങ്കിൽ ആഡ് ചെയ്യണമെങ്കിൽ വെച്ചാൽ മീൻസ് മറ്റ് TC വരാത്ത കുട്ടികൾ ഉണ്ടാവുമല്ലോ, നമുക്ക് മിസ്സായിപ്പോയി. അങ്ങനെ കേസുകളുണ്ടെങ്കിൽ BRCയെ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ ആ കുട്ടികൾ ആഡ് ചെയ്ത് തരുന്നതായിരിക്കും. അങ്ങനെ ഈ 3 കാര്യങ്ങളാണ് നമുക്ക് ശ്രദ്ധിക്കേണ്ടത്. അപ്പം LKG UKG ക്ലാസ് 1 ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നതായിരിക്കും. അടുത്ത ദിവസങ്ങളിൽ ഈ ഓപ്ഷൻ വരുമ്പോൾ നിങ്ങൾക്ക് അവിടുന്ന് ആഡ് ചെയ്യാൻ പറ്റും ഫ്രഷ് കുട്ടികളെ. അതാണ് ഇതുമായി ബന്ധപ്പെട്ട് ഈ സ്റ്റുഡൻറ്റ് പ്രൊഫൈലുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. അടുത്ത മൊഡ്യൂൾ എന്ന് പറഞ്ഞാൽ ടീച്ചേഴ്സ് ഇതാണ് നമ്മൾ റിപ്പോർട്ട് മൊഡ്യൂളാണ്. റിപ്പോർട്ട് മൊഡ്യൂളിൽ ഇത് പറഞ്ഞ പോലെ എന്ത് ചെയ്യണം, നമ്മൾ ചെയ്ത റിപ്പോർട്ടുകളൊക്കെ നമുക്ക് ഡൗൺലോഡ് ചെയ്ത് സ്കൂളിൽ സൂക്ഷിക്കാൻ പറ്റും. ലാപ്ടോപ്പിലോ പ്രിൻ്റോ എന്നൊക്കെ എടുത്ത് നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. അങ്ങനെ ഈ അത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, UDAS കംപ്ലീറ്റ് ആയെന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഒന്നെന്ന് പറഞ്ഞാൽ സ്കൂൾ ലോഗിൻ ഫോർ സ്കൂൾ ഡയറക്ടറി ചെയ്യണം, അതുപോലെ സ്കൂൾ ഫെസിലിറ്റീസ് ചെയ്യണം, അതുപോലെ ടീച്ചേഴ്സ് മൊഡ്യൂൾ ചെയ്യണം, അതുപോലെ സ്റ്റുഡൻറ്റ് മൊഡ്യൂളും ചെയ്യണം. ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ നമ്മൾ UDAS കംപ്ലീറ്റ് ആയെന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ഓരോ ദിവസവും ചെയ്യുന്ന സ്റ്റാറ്റസുകൾ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്ന ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യും. ആ ഷെയർ ചെയ്യുന്നതനുസരിച്ച് നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇത് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടോ. പക്ഷേ ഒരുപക്ഷെ നിങ്ങൾക്ക് മനസ്സിലാവും ചിലപ്പോൾ ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ എൻ്റെ സ്കൂൾ കംപ്ലീറ്റ് ചെയ്തു എന്ന് പറഞ്ഞിരിക്കും. പക്ഷേ റിപ്പോർട്ട് നോക്കുമ്പോൾ എന്ത് പറ്റും, നമുക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം ഏതെങ്കിലും ഒരു ഫീൽഡിൽ നമ്മൾ എന്ത് ചെയ്യും, മിസ്സായിട്ടുണ്ടാവും. ആ കേസിലാണ് നോട്ട് കംപ്ലീറ്റ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ വരുന്നത്. അതുകൊണ്ട് എല്ലാവരും ഈ പറഞ്ഞ പോലെ ഈ പറയുന്ന 4 കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്യുക, അതുപോലെ ഡീറ്റെയിൽസുകൾ കൊടുക്കുക. ഇത്രയാണ് ഇതുമായി ബന്ധപ്പെട്ട് UDASമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു.